എന്റെ വീട്ടുകാരെന്നെ ആട്ടി ഓടിച്ചിട്ടേ ഉള്ളൂ. ഈ വീട്ടിലിരുന്ന ഒരാൾ എന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് മാഡോ. തനുജ, ഒന്ന് വരൂ, ഞാനൊന്ന് പറയട്ടെ. നമുക്ക് മാറി ഇന്ന് സംസാരിക്കാം. എന്തിന്? എന്തായാലും അച്ഛൻ വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഇവരും കൂടി നിൽക്കുമ്പോ വേണം എന്റെ അച്ഛനോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ. ആ, സാറു എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. തനുജ വന്നേ, ഞാൻ പറയട്ടെ. വാ. എന്താ കാര്യം? എന്താ? ഇങ്ങോട്ട് വാ. ഞാൻ വരാം, ബലം പിടിക്കാതെ. നിനക്ക് ഭയങ്കര ശക്തിയാണല്ലോ. സർ, ഒരു മിനിറ്റ്. വാ വാ. എന്താ ദേവികേ? പാവം കുട്ടി. ബാലു, ബാലു എന്താ ടെൻഷനായിരിക്കുന്നേ? ഒന്നുമില്ല. ബാലു, ബാലു എന്താ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നേ? വാ, അകത്തോട്ടിരിക്കാം. ചന്ദ്രേ, നമുക്ക് തൽക്കാലം വീട്ടിലേക്ക് പോവാം, അതാ നല്ലത്. സിദ്ധും പ്രഭയും വന്നോട്ടെ, അവര് വൈകാതെ വരുന്നല്ലേ ദേവിക പറഞ്ഞ്. അതല്ല ചന്ദ്രേ, ആ കുട്ടി തനുജ അവള് സിദ്ധുവിനെ കാണാൻ വേണ്ടിയല്ലേ വന്നേ? അതെ, അതിനെന്താ? അതൊക്കെ അവരുടെ സ്വകാര്യമായിട്ടുള്ളൊരു വിഷയമല്ലേ. അവർക്ക് പലതും സംസാരിക്കാൻ കാണും, പല രഹസ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും കാണും. അവരുടെ ചർച്ചകൾക്ക് നമ്മളൊരു വിലങ്ങേറിയാവണ്ട, നമുക്ക് പോകാം. ഞാനേ തിരിച്ച ബാലു ചിന്തിക്കുന്നേ. നമ്മളിവിടെ ഉണ്ടാകുന്നതായിരിക്കും സിദ്ധുവിന് കൂടുതൽ ഇഷ്ടം. ഇങ്ങനൊരു കുഴപ്പം പിടിച്ച വിഷയത്തിൽ ബാലു മധ്യസ്ഥനായിട്ടിരിക്കുന്നത് രണ്ടുപേർക്കും സന്തോഷം ഉണ്ടാക്കൂ. പിന്നൊരു കാര്യം, ഇതിൽ നമ്മുടെ അഭിപ്രായം സിദ്ധു ചോദിച്ചെന്നിരിക്കും. തനുജയ്ക്ക് എതിരെ പറയാൻ എനിക്കെന്തോ മനസ്സ് വരില്ല. തനുജ ചോദിക്കുന്നത് ന്യായമായ ആവശ്യങ്ങളാ. അതിന് അവള് തിരഞ്ഞെടുത്ത ഈ വഴിയും രീതികളും ഒക്കെയാ പ്രശ്നം. അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ആ കുട്ടിയുടെ മാതാപിതാക്കളെ കണ്ടെത്തുക തന്നെ വേണം. സിദ്ധുവിന് ആളെ അറിയാമെങ്കിൽ സിദ്ധു ചൂണ്ടിക്കാണിക്കണം. ചന്ദ്ര, അതൊന്നും വേണ്ട. ബാലു എന്തിനാ കണ്ണടച്ച് സിദ്ധുവിനെ സപ്പോർട്ട് ചെയ്യുന്നേ? നമ്മുടെ മീരെ പോലൊരു കുട്ടിയല്ലേ തനുജയും. ഞാൻ അങ്ങനെ ബാലു ചിന്തിക്കുന്നേ. അതിന്റെ വിഷമം നമ്മൾ കാണാതിരുന്നൂടാ. അതെന്താ വെച്ചാ ആയിക്കോട്ടെ. ഇപ്പോ എന്തായാലും നമുക്ക് പോവാം, വരൂ. എനിക്ക് എന്തോ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ചന്ദ്ര. എന്ത് ശരിയാകുന്നില്ലെന്ന്? കുറച്ചുകൂടി നോക്കാം. എന്നിട്ടും അവര് വന്നില്ലെങ്കിൽ നമുക്ക് പോവാം. അല്ല, അവര് ഉടനെ വരുമെന്ന്. ബാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.